ദാറ്റ് മൊമെൻറ്റ്. ഈ സീരീസിൽ നമ്മൾ പറയാൻ പോകുന്നത് സിനിമകളെ പറ്റിയോ അല്ലെങ്കിൽ സിനിമ ചെയ്ത ആൾക്കാരെ പറ്റിയോ നടന്മാരെ പറ്റിയോ ഒന്നുമല്ല. പകരം ഒരു സിനിമയിലെ ഇഷ്ടപ്പെട്ട വളരെയേറെ ഫേവറേറ്റ് ആയ ഒരു സീനിനെ പറ്റിയാണ്. ഇന്ന് നമുക്ക് പൊന്നിയിൻ സെൽവൻ 2 എന്ന സിനിമയിലെ ഒരു സീനിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിലെ ഒരു സീൻ എക്കാലത്തും എനിക്ക് പ്രിയപ്പെട്ടതാണ്. സീൻ എന്താണെന്ന് വെച്ചാൽ, ഊമി റാണി മന്ദാകിനി, അതായത് ഐശ്വര്യ റായി അഭിനയിക്കുന്ന മന്ദാകിനി ദേവി എന്ന കഥാപാത്രം മരിക്കുന്ന സീനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സിനിമയിലെ ഒരു മൊമെൻറ്റിൽ വീരവാർഡിൻ്റെ ചാരന്മാർ ഒരേ ദിവസം സുന്ദര ചോളരെയും മക്കളായ പൊന്നിയിൻ സെൽവനെയും ആദിത്യ കരികാലനെയും കൊല്ലാൻ പ്ലാനിടുന്നു. അതിനായി രഹസ്യ തുരങ്കം വഴി അകത്തു വരുന്ന ചാരന്മാർ സുന്ദര ചോളരെ ലക്ഷ്യമാക്കി നിൽക്കുന്നു, അയാൾക്ക് നേരെ അമ്പ് തൊടുത്ത് വധിക്കാനായിട്ട്. ഇത് മുൻപേ അറിഞ്ഞ് രാജാവിനെ രക്ഷിക്കാനായി മന്ദാകിനിയും അവിടെ എത്തുന്നു. ഈ മൊമെൻ്റ് മുതൽ അങ്ങോട്ട് മണിരത്നം ഒരു പ്രത്യേക കൈയടക്കം കാണിച്ചിട്ടുണ്ട്. അകത്ത് അന്തഃപുരത്തിൽ വന്ന് ഒളിച്ചിരിക്കുന്ന മന്ദാകിനിയെ ആദ്യം എന്തോ സംശയത്തോടെ സുന്ദര ചോളർ കാണുന്നു. ആരാണത് എന്ന് ചോദിച്ച് പെതുക്കെ അടുത്തിരിക്കുന്ന വാളെടുത്ത് നേരെ അവർക്ക് നേരെ ചെല്ലുന്നു. ഒരു തിരശ്ശീലയ്ക്കപ്പുറത്ത് ഒന്ന് കാറ്റടിക്കുമ്പോൾ കാണുന്നൊരു ചെറിയ കാഴ്ചയിലൂടെ സുന്ദര ചോളർ ചോദിക്കുന്നുണ്ട്, മന്ദാകിനി, അത് നീയാണോ? നീ ജീവനോടെ ഉണ്ടോ? മന്ദാകിനി, நீதானா? ഉണ്മയാകവേ നീ ഉയരുടൻ ഇരിക്കുകയാ? വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം താൻ മരിച്ചു എന്നുറപ്പിച്ചിരുന്ന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണസഖി ഏറ്റവും അടുത്ത് വരുമ്പോൾ ഒരു ആനന്ദത്തോടെ, ഒരു അത്ഭുതത്തോടെ അയാൾ അടുത്തേക്ക് പെതുക്കെ ചെല്ലുകയാണ്. തിരശ്ശീലയെ മറികടന്ന് സുന്ദര ചോളർ അപ്പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്ന മന്ദാകിനിയെയാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ട് കമിതാക്കളുടെ കൂടിച്ചേരൽ. പക്ഷേ തൊട്ടടുത്ത നിമിഷം രാജാവിന് നേരെ വധിക്കാനായി വന്ന അമ്പുകൾ സ്വയം എഴുന്നേറ്റ് നിന്ന് തടഞ്ഞുകൊണ്ട് മരണപ്പെട്ട് മന്ദാകിനി സുന്ദര ചോളരുടെ കൈകളിലേക്ക് വീഴുകയാണ്. താൻ വളരെ വർഷങ്ങളായി കണ്ടിരുന്ന ഒരു സ്വപ്നം, ഒരു മോഹം, ഒരു വലിയ പ്രണയം തൻ്റെ കൺമുന്നിൽ വീണ്ടും എത്തിയ അതേ നിമിഷം നഷ്ടപ്പെടുന്ന വേദനയോടെ അവരെ സുന്ദര ചോളർ ചേർത്ത് പിടിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം ആപത്ത് അറിഞ്ഞ് ഓടിയെത്തുന്ന പൊന്നിയിൻ സെൽവൻ ആദ്യം ചെയ്യുന്നത് അച്ഛനെ സമാധാനിപ്പിക്കാൻ ഒന്നുമല്ല, വാളെടുത്ത് നേരെ യുദ്ധം ചെയ്യാൻ പോകുന്നു. അവിടെ പൊന്നിയിൻ സെൽവൻ സുന്ദര ചോളരുടെ മകനല്ല, സുന്ദര ചോളർ എന്ന രാജാവിൻ്റെ വിശ്വസ്തനായ അനുയായിയും ഭടനും ഒക്കെ ആയി തീരുകയാണ്. അതിനുശേഷം ആ മുറിയിലേക്ക് രണ്ടുപേർ കടന്നു വരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകളായ കുന്തവൈ ദേവി, രണ്ട് ഭാര്യയായ വാനമാദേവി. ഇതുവരെ ആഗ്രഹിച്ചിരുന്നത് കൺമുന്നിൽ വന്ന് ഒരു നിമിഷം കുമിളയെപ്പോലെ പൊട്ടിത്തകർന്നു പോയ വേദനയിൽ ആ വേദന പങ്കുവെക്കാനായി, ഒന്ന് ആശ്വസിപ്പിക്കാനായി അവിടെ സുന്ദര ചോളർ കാത്തിരിക്കുന്നുണ്ട്. അവിടെയും ബുദ്ധിമതിയായ, രാജ്യം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള മകളായ കുന്തവൈ ദേവി ചെയ്യുന്നത് വന്ന് മന്ദാകിനിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ്. ആ നിമിഷവും തൻ്റെ മക്കൾ രണ്ടുപേരും തന്നെ കടന്നുപോയതിന് ശേഷവും സുന്ദര ചോളർ വിഷമം സഹിക്കവയ്യാതെ അതിൽ തളർന്ന് ആശ്വസിപ്പിക്കാനായി കൈകൾ നീട്ടുന്നത് തൻ്റെ ഭാര്യയായ വാനമാദേവിയുടെ അടുത്തേക്കാണ്. വാനമാദേവി ആ കൈ പിടിച്ച് അയാൾക്കൊപ്പം ഇരിക്കുന്നുണ്ട്, അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നെടുത്ത് നോക്കൂ, എത്ര മനോഹരമായ സീനാണത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണസഖി മടിയിൽ മരിച്ചു കിടക്കുന്ന വേദന സഹിക്കവയ്യാതെ അയാൾ അഭയം തേടുന്നത് സ്വന്തം ഭാര്യയുടെ അടുത്തേക്കാണ്. ഭാര്യയോ അതറിഞ്ഞ് അയാൾക്കൊപ്പം കൂടെ നിൽക്കുന്നു. പ്രകാശ് രാജിൻ്റെ കരിയറിൽ തന്നെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പൊന്നിയിൻ സെൽവൻ 2 കാഴ്ചവെച്ചത്. ഈ മൊമെൻറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട മൊമെൻറ്റുകളിൽ ഒന്നാണ്.